അപ്പം ഇന്ന് നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് അബ്രീവിയേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ലാംഗ്വേജ് യൂസിങ് ഇൻ ലോജിസ്റ്റിക്സ്. ഈ ബിസിനസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ കരിയറിലായാലും ശരി, എഡ്യൂക്കേഷനിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസ് ആണ് ഈ ബിസിനസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് BCom അല്ലേ, ബാച്ചുലർ ഓഫ് കോമേഴ്സ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ലോജിസ്റ്റിക്സിലും ഉപയോഗിക്കുന്ന ഈ ഷോർട്ട് ഫോംസിനെ പറയുന്ന പേരാണ് ബിസിനസ് ലാംഗ്വേജ് അഥവാ അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടിപ്പിക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ഈ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ഈ ബിസിനസ് ലാംഗ്വേജ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ്, ബിക്കോസ് അവിടെ ആളുകൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എഴുതുന്നതും ഈ ഒരു ലാംഗ്വേജ് കൂടിയായിരിക്കും. അതിൻ്റെ ഒരു ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, SCM. എന്താണ് SCM? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അതുപോലെ സപ്ലൈ ചെയിൻ ആയാലും ലോജിസ്റ്റിക്സ് ആയാലും വെയർഹൗസിംഗ് ആയാലും ഡിസ്ട്രിബ്യൂഷൻ ആയാലും ശരി, ക്വാളിറ്റിയിലായാലും പ്രൊഡക്ഷനിലായാലും ഫിനാൻസ് പ്രൊക്യൂർമെൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ബിസിനസ് ലാംഗ്വേജ് ഇതിൽ കൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മൾ അതിൽ കൂടെ പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഈ സപ്ലൈ ചെയിനിലൂടെ യാത്ര ചെയ്താൽ ഇപ്പോൾ പ്രൊക്യൂർമെൻറ്റ്, ഈ പ്രൊക്യൂർമെൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. പ്രൊക്യൂർമെൻറ്റിൽ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന രണ്ട് മെയിനായിട്ടുള്ള അബ്രിവിയേഷൻസ് ആണ് PR ആൻഡ് PO, പർച്ചേസ് റിക്വസ്റ്റ് ആൻഡ് പർച്ചേസ് ഓർഡർ. ഇമ്പോർട്ടിലേക്ക് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റിൻ്റെ ഷോർട്ട് ഫോംസ് ഉണ്ട്. അതായത് BL നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ബിൽ ഓഫ് ലേഡിങ്, അല്ലെങ്കിൽ CO സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, അങ്ങനെ AWB എയർവേ ബിൽ. അങ്ങനെ സപ്ലൈ ചെയിനിൽ അതിന് കണക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടിലും യൂസ് ചെയ്യുന്ന ഈ അബ്രീവിയേഷൻസും. ഇത് കഴിഞ്ഞ് നമ്മൾ വെയർ ഹൗസിൽ വരുമ്പോൾ, അതായത് റോ മെറ്റീരിയൽ വെയർ ഹൗസിൽ വരുമ്പോൾ RM എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ വെയർ ഹൗസ് അല്ലേ. ഇത് കഴിഞ്ഞ് വെയർ ഹൗസിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന WIP, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്, അല്ലെങ്കിൽ SFG സെമി ഫിനിഷ് ഗുഡ്സ്. ഇനി ഇതിൽ വരുമ്പോൾ വെയർ ഹൗസിലേക്ക് വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് FG. ഇനി അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ക്വാളിറ്റിയിൽ പോവുകയാണെങ്കിൽ QA, QC എന്നൊക്കെ കാണാം, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ഫിനാൻസിലേക്ക് പോകുമ്പോൾ CLO. അങ്ങനെ ഒരുപാട് അബ്രീവിയേഷൻസ്, അതായത് ബിസിനസ് ലാംഗ്വേജുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ലോജിസ്റ്റിക്സ്.